പലരുടെയും ഉള്ളിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചോദിക്കാറുമുണ്ട്, സ്തോത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം? സ്തോത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഫലങ്ങളുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, സ്തോത്രത്തിൻ്റെ ഫലം എന്താണെന്ന് ആ ഫലശ്രുതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാമത്തിൻ്റെ ഫലം പല വിധത്തിലുള്ള കഥകളിലൂടെയും ഋഷിമുനിമാർ പറഞ്ഞുമൊക്കെ നമ്മൾക്കറിയാം. പലതരത്തിലുള്ള കഥകൾ, ഒരുപാട് കഥകളുണ്ട് നാമത്തിൻ്റെ മഹിമയെ വർണ്ണിക്കുന്ന. അപ്പം നാമം എങ്ങനെ ജപിക്കണം, എത്ര ടൈം ജപിക്കണമെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ അത് പറയട്ടെ. ഒരു ദിവസം അരമണിക്കൂറോ 15 മിനിറ്റോ ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1-2 വർഷത്തേന് നാമം ജപിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുടക്കവും വരുത്താതെ. അതായത് ശുദ്ധാശുദ്ധി ഒന്നും പാലിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നാമം ജപിക്കുമ്പോൾ മാത്രം, മന്ത്രം ജപിക്കുമ്പോഴല്ല. മന്ത്രം എന്ന് പറയുമ്പോൾ പ്രണവം വരും, ഓം നമഃ എന്ന് വരും, ബീജാക്ഷരം വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നാമം എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ പേര്, നമുക്കറിയാമല്ലോ നമ്മളുടെ നാമം എന്ന് പറഞ്ഞാൽ എന്താ, അതുപോലെ ഭഗവാന്റെ പേര്, ഭഗവാന്റെ ഇഷ്ടമുള്ളൊരു പേര് തിരഞ്ഞെടുക്കുന്നു, അതാണ് നാമം. ഇപ്പോൾ കൃഷ്ണനോ രാമനോ അല്ലെങ്കിൽ കാളിന്നോ ശിവന്നോ ഏതെങ്കിലും ഒരു ഇഷ്ടനാമം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ നാമം ജപിക്കുന്നതാണ് നാമജപം എന്ന് പറയുന്നത്. അതിന് ഒരു തരത്തിലുള്ള ഗുരുദീക്ഷയൊന്നും വേണ്ട. ഇനി ഗുരുദീക്ഷയായിട്ട് കിട്ടിയാലും ഏറ്റവും നല്ലത് തന്നെയാണ്. അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ പുണ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നാമം. അരമണിക്കൂർ ജപിച്ചാൽ മതി, 15 മിനിറ്റ് ജപിച്ചാൽ മതി. ഇങ്ങനെ ജപിച്ച് ഫലം ലഭിച്ച പലരും എന്നോട് പറഞ്ഞ അനുഭവങ്ങൾ, അവരുടെ പേര് പറയാൻ സാധിക്കില്ല, കാര്യം നമ്മളുടെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേര് വെച്ച് വെളിപ്പെടുത്താൻ സാധിക്കില്ല, അങ്ങനെ പറയാനും പാടില്ല. അപ്പോൾ ഒരുപാട് പേർ പറഞ്ഞ അനുഭവം, ഇപ്പോൾ എന്നോട് ഇൻസ്റ്റാഗ്രാമായിട്ടും അല്ലെങ്കിൽ നേരിട്ടറിയാവുന്നവരും ഒക്കെ പറയുന്ന അനുഭവമാണ് ഞാൻ പറയുന്നത്. നാമജപത്തിൻ്റെ ഒരുപാട് പേരുടെ അനുഭവമാണ്, ഒരാളുടെ മാത്രമല്ല. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ നാമം ജപിച്ച് ഒരു 6 മാസം 7 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള പരിവർത്തനം മനസ്സിനുണ്ടാകുമെന്നുള്ളതാണ്. അതായത് എന്തിനോടും സ്നേഹം തോന്നുന്നൊരവസ്ഥ, ഇതാണ് ഏറ്റവും വലിയ അവസ്ഥ. എല്ലാവരും ഒരേപോലെ പറയുന്നൊരു കാര്യമാണ്, എന്തിനോടും സിമ്പതി അല്ല എമ്പതി തോന്നുന്ന, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കും. ഇപ്പോൾ ഒരു പക്ഷിയെയോ മൃഗത്തെയോ മനുഷ്യരെയോ ഒക്കെ പീഡിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പീഡന ഏറ്റുവാങ്ങുന്ന ആ ആളുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാവും. അത് പക്ഷിയായിരിക്കാം, മൃഗമായിരിക്കാം, എന്തുമായിരിക്കാം. അതിന് വേദനിക്കുന്നില്ലേ, സിമ്പതി അല്ല എമ്പതി. അതിൻ്റെ സ്ഥാനത്ത് നിന്ന്, അത് ഞാനായിരുന്നെങ്കിലോ, ആ പക്ഷി ഞാനായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരുന്നെങ്കിലോ, ഇപ്പോൾ ഒരു വിശന്ന് വലയുന്ന ഒരാളെ കണ്ടാൽ അയാൾക്ക് വിശക്കുന്നത് പോലെ എനിക്ക് വിശന്നിരുന്നെങ്കിലോ, എൻ്റെ മകൾ വിശന്നിരുന്നെങ്കിലോ, എൻ്റെ മകൻ വിശന്നിരുന്നെങ്കിലോ, എൻ്റെ പിതാവ് വിശന്നിരുന്നെങ്കിലോ, അങ്ങനെ ഒരു ഭാവത്തിലേക്ക്. ഇപ്പോൾ പ്രായമായവരെ കാണുമ്പോൾ നമ്മളുടെ മാതാവിൻ്റെ രൂപം തോന്നുക, അങ്ങനെയൊക്കെയുള്ള വളരെ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ എമ്പതി തോന്നുക, അല്ലെങ്കിൽ അവരോട് സിമ്പതി അല്ല എമ്പതി, ആ സ്ഥാനത്ത് നിന്ന്. അല്ല, നമ്മളിപ്പോൾ സിമ്പതി കാണിച്ചാൽ നമ്മൾ വലിയ ആളായി പോകില്ലേ, എൻ്റെ സിമ്പതിയാന്നുള്ള രീതിയിൽ. അതായത് ഞാനെന്തോ വലിയ പുണ്യകാര്യം ചെയ്യുന്നു, ഒരു ആൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുന്നു, ഞാനെന്തോ കാര്യം ചെയ്യുന്നു എന്നുള്ളൊരു ഭാവത്തിലല്ല. അയ്യോ, വിശക്കുന്നൊരു വ്യക്തി, അയാൾക്കും ഈ ജീവിക്കാൻ അവകാശമില്ലേ, എൻ്റെ പക്കൽ നിന്ന് എനിക്ക് പറ്റുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്ത് കൊടുത്തുകൂടെ, അങ്ങനെ എമ്പതി ഭാവം. അയാളുടെ ഭാഗത്ത് നിന്ന്, ദൈവമേ വിശന്ന് വലയുന്ന ഒരാൾ, അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്നെ ആരും ഇങ്ങനെ നോക്കാതെ പോകില്ല, അങ്ങനെ ഒരു ചിന്ത. എല്ലാവരെയും തുല്യമായി കാണുന്നൊരു ചിന്ത. ചിലർ എക്സ്ട്രീം ലെവലിലേക്ക് ഭക്തരായി പോകും. ഭഗവാനെ ജപിച്ച് ഭഗവാനെ എല്ലായിടത്തും കാണും. അങ്ങനെ ഒരു പക്ഷിക്കോ മൃഗത്തിനോ പോലും ഒരു തുള്ളി രക്തം പൊടിഞ്ഞാൽ നമ്മളുടെ കണ്ണു നിറയും. അപ്പോൾ ഇതൊക്കെ ഉന്നതമായിട്ടുള്ള ഒരു ഭക്ത നിലയിൽ നിൽക്കുന്ന കാര്യമാണ്. അതായത് ഒരു മനുഷ്യനോട് സഹാനുഭൂതി തോന്നുക, അയാളുടെ സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഏറ്റവും കൃപ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ. നമ്മളുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്, നമ്മളുടെ ഇഷ്ടദേവൻ വസിക്കുന്നത്, സ്നേഹം വസിക്കുന്നത് എല്ലാം ഹൃദയത്തിലാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഹിരണ്യൻ്റെ ഹൃദയത്തിലാണ് വിദ്വേഷം, ഭഗവാനോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അഹന്ത എല്ലാം വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ഹൃദയം രണ്ടായിട്ട് ഭഗവാൻ പിച്ചി എറിഞ്ഞത്. എങ്കിൽ പ്രഹ്ലാദൻ്റെ ഹൃദയത്തിൽ സ്നേഹമായിരുന്നു ഭഗവാനോട്, ആ അനാഹതം നിറയെ സ്നേഹമാണ്. ആ സ്നേഹം ഭഗവാനെ കണ്ടപ്പോൾ തുളുമ്പുകയാണ് ഉണ്ടായത്. ഒരാളുടെ ഹൃദയം തകർന്നു, ഒരാളുടെ ഹൃദയം പൂവിട്ടു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പ്രസന്നമായെന്ന് പറയാം. അപ്പോൾ അതാണ് ഒരു ഭക്തൻ്റെയും ഭക്തനല്ലാത്ത ഒരാളുടെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒരു ഭക്തൻ്റെ ഹൃദയം വിശുദ്ധമാകുന്നതിനനുസരിച്ച് അയാൾക്ക് സ്നേഹം തോന്നും, എന്തിനോടും സ്നേഹം തോന്നും. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നാമം ജപിക്കുന്ന ഒരാൾക്കും ദേഷ്യമുണ്ടാകില്ല, അവർ മോശം വാക്കുകൾ ഉപയോഗിക്കില്ല. മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും, ദേഷ്യമുള്ള ആളാണെങ്കിലും, എടുത്തുചാട്ടക്കാരനാണെങ്കിലും, അല്പസ്വല്പം വികാരത്തിന് അധീനനായി പ്രവർത്തിക്കുമെങ്കിലും
അതെല്ലാം മറന്നുകൊണ്ട്, അതെല്ലാം പോയിക്കൊണ്ട് നല്ല ശുദ്ധമായ ഹൃദയമുണ്ടാകുകയും എന്തിനോടും വളരെ ചിന്തിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം തന്നെ ദേഷ്യം പിടിക്കുക. അത് അവരെന്തുകൊണ്ട് പറയുന്നു, അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കും. അവരെന്തുകൊണ്ട് പറയുന്നു, എന്താണ് അവരുടെ സാഹചര്യം, നമ്മൾക്ക് ഒരു സ്ഥലത്ത് എങ്ങനെ ഉചിതമായി പെരുമാറണമെന്നുള്ള ബുദ്ധി ഉണ്ടാവും. ഇതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പലപ്പോഴും പല കാര്യത്തിനും എടുത്ത് ചാടി കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ചിലരിങ്ങനെ എടുത്ത് ചാടി ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ജീവിതം, അവരുടെ ഒരു വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ ജീവിതം തന്നെ താറുമാറായി പോയവരുണ്ട്. ഇങ്ങനെ പോകാൻ കാരണമെന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ടാണ്. ഭഗവാന്റെ സാന്നിധ്യമുള്ളൊരു ഹൃദയത്തോടു കൂടി ഒരാളും മറ്റൊരാളുടെ മുകളിൽ കയറാനോ അയാൾ പറയുന്ന ന്യായത്തെ മനസ്സിലാക്കാതിരിക്കാനോ ശ്രമിക്കില്ല. എപ്പോഴും അയാൾ പറയുന്ന ന്യായത്തെ താനെന്നുള്ള ഭാവം മറന്നെങ്കിൽ മാത്രമേ, ഞാനെന്നുള്ള ഭാവം ഉള്ളപ്പോഴാണ് അവരെന്ത് പറയുന്നതും എൻ്റെ കുറ്റമാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, അവരെന്ത് പറയുന്നതും അവരെക്കുറിച്ചാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തത്. ഇത് മാറും. നാമം ജപിക്കുന്ന ഒരാൾക്ക് ഇത് മാറും. അങ്ങനെ മറ്റൊരാളെ നല്ല രീതിയിൽ ലിസൺ ചെയ്യാൻ, കേൾക്കാനും ആ കേട്ട് അയാൾക്ക് വേണ്ട കാര്യം എന്താണ്, അയാൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനും ഉറപ്പായും സാധിക്കും. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ അധർമ്മം പ്രവർത്തിച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്താൽ മുൻപ് പ്രതികരിക്കാത്ത ആളാണ് നമ്മളെങ്കിലും പ്രതികരിച്ചു പോകും വളരെ രൂക്ഷമായിട്ട്. ഇതും നാമം ജപിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നാമം ജപിക്കുന്നവർ സോഫ്റ്റായിട്ട് മാത്രം അല്ലെങ്കിൽ നിഷ്കളങ്കരായി മാത്രമല്ല, നാമം ജപിക്കുന്നവർ അതുപോലെ തന്നെ ധൈര്യശാലികളുമായി മാറും. ഇപ്പോൾ ഹനുമാൻ സ്വാമി രാമനാമമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ ആത്മീയ രഹസ്യം എന്ന് പറഞ്ഞാലും രാമനാമമാണ്. അപ്പോൾ ആ ഹനുമാൻ സ്വാമി എങ്ങനായിരുന്നു? ഹനുമാൻ സ്വാമി പാവമായിരുന്നു. പക്ഷെ അതിനും അപ്പുറം ഏത് അസുര ഗുണമുള്ളത് കണ്ടാലും, ഏത് തെറ്റ് കണ്ടാലും വളരെ രൂക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വേറൊരു ദേവനില്ല എന്ന് പോലും നമ്മൾക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്നും നാമം ജപിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ സമയം ഒന്നും വേണ്ട, 1/2 മണിക്കൂർ വെച്ച് എന്നും ജപിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. 1/2 മണിക്കൂർ വെച്ച് എന്നും ജപിച്ചു പോയാൽ ഇതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ഇനി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾക്ക് എങ്ങനെ ആത്മീയ തലത്തിൽ ഇത് ബാധിക്കുമെന്ന്. ഇനി ഭൗതിക തലത്തിൽ നമ്മൾക്ക് നിർവചിക്കാൻ സാധിക്കുകയില്ല, നമ്മൾക്ക് പറയാൻ സാധിക്കില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന്. ജീവിതത്തിൽ മുഴുവൻ പരിവർത്തനം ഉണ്ടാകും പല സാഹചര്യത്തിൽ. ആത്മീയമായി ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് പക്വമാകുന്ന ഒരു തലത്തിലേക്ക് വരുന്നതായിക്കൊള്ളട്ടെ, അതിനും അപ്പുറം ഭൗതികമായിട്ടുള്ള നിലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ പല മേഖലകളിലും നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലെല്ലാം നമ്മൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ നാമം സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പെട്ടെന്ന് ഇതൊന്നും പ്രതീക്ഷിക്കരുത്, പെട്ടെന്ന് ജീവിതം മാറുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. നാമം ജപിക്കുന്ന ഒരാൾക്ക് ഉറപ്പായും ഫലം ലഭിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും. കാര്യം നമ്മളുടെ ഋഷി മുനിമാർ തന്നെ ശ്രേഷ്ഠമായത്, കലിയുഗത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് നാമജപം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കും തോറും, നാമത്തിൽ മുഴുകും തോറും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പം മന്ത്രത്തിന് വിലക്കുണ്ട്, പലതരത്തിലുള്ള മറ്റ് കാര്യങ്ങൾക്ക് വിലക്കുണ്ട്. യഥാർത്ഥ ഗുരു ഉപദേശമില്ലെങ്കിൽ പക്ഷേ സ്തോത്രം ജപിക്കാം, നാമം ജപിക്കാം, ഇതിനൊന്നും വിലക്കമില്ല, ഇതിനൊന്നും ഒരു തെറ്റില്ല, ഇതിനൊന്നും ഗുരു ഉപദേശവും വേണ്ട. പിന്നെ ചില സ്തോത്രങ്ങൾക്ക് ചില ഉപാസന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഗുരുദീക്ഷയുടെ ആവശ്യമുണ്ട്, അല്ലാതെ ഒന്നും വേണ്ട, നാമത്തിന് പ്രത്യേകിച്ചും വേണ്ട. അങ്ങനെ ഗുരുക്കന്മാർ ഉപയോഗിച്ചാൽ 100ന് 100 ഫലം ലഭിക്കും. അപ്പോൾ മന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ, ഗുരുദീക്ഷയില്ലാതെ ഉപയോഗിച്ചാൽ ചിലത് ഫലിക്കും, ചിലത് നമ്മൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും, ചിലത് ഒട്ടും ഫലം ലഭിക്കില്ല, ചിലത് ഉള്ള ഫലവും കൂടെ കളയും. അങ്ങനെയൊക്കെയാണ് മന്ത്രത്തിൻ്റെ ഒരു കാര്യം. പക്ഷേ നാമത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചവനെ രക്ഷിക്കും, 100% രക്ഷിക്കും. കാര്യം നമ്മൾ ഭഗവാന്റെ ഒരു മന്ത്രം ഉപയോഗിക്കുന്നത് ഭഗവാന്റെ പ്രത്യേക ഒരു ഭാവം. ഇപ്പം 100 ഭഗവാന്മാരുണ്ടെങ്കിൽ, ഒരു ഭഗവാന് 100 ഭാവങ്ങളുണ്ടെങ്കിൽ ആ 100 ഭാവത്തിനും ആ 100 ഭാവത്തിൻ്റെതായ ഗുണങ്ങൾക്കും പലതരത്തിലുള്ള മന്ത്രവും പലതരത്തിലുള്ള വിധാനവുമാണ്. പക്ഷേ ഭഗവാന്റെ ഒരു നാമം എന്ന് പറയുന്നത്, ആ നാമത്തിൽ തന്നെ ഭഗവാന്റെ എല്ലാ രൂപവും എല്ലാ ഭാവവും ഉണ്ട്. ഇനി ഭഗവാന്റെ തന്നെ പല നാമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലേക്ക് കടക്കാം, പല നാമമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ അതൊന്നുമില്ലാതെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് നാമത്തിന് മാത്രമാണ്. ഏത് നാമം ഉപയോഗിക്കാം. ഇനി നാമത്തിന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല ഇതുണ്ട്. പക്ഷേ അല്ലെങ്കിൽ തന്നെ കൃഷ്ണ എന്ന് വിളിച്ചാൽ കൃഷ്ണൻ്റെ എല്ലാ ഭാവവും അതിലുണ്ട്. അല്ലാതെ കൃഷ്ണൻ്റെ പ്രത്യേക ഒരു ഭാവത്തെ ഉണർത്തിയെടുത്ത് ഒരു പ്രത്യേക കാര്യം നടത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയേ അല്ല നമ്മൾ നാമത്തെ സമീപിക്കുന്നത് കൃഷ്ണൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകാനാണ്. കൃഷ്ണൻ്റെ പൂർണ്ണാനുഗ്രഹം ഉണ്ടായാൽ ജീവിതത്തിൽ തന്നെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാവും. കൃഷ്ണനെ മുഴുവനായിട്ട് ലഭിക്കണം, കൃഷ്ണൻ എൻ്റെ കൂടെ വരണം, കൃഷ്ണൻ എന്ന് പറയുന്ന ആ സത്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളതല്ല നാമത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നാമത്തിൻ്റെ ഫലങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് മനസ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനുമപ്പുറം
നമ്മളുടെ ഭൗതികമായ മാറ്റങ്ങൾ അതൊക്കെ കണ്ടറിയേണ്ടതാണ്, അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ്, ഞാൻ പറഞ്ഞറിയേണ്ടതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നാമം, രാമാന്നോ കൃഷ്ണാന്നോ ശിവാന്നോ ഒരു നാമം തിരഞ്ഞെടുത്ത് അരമണിക്കൂർ എല്ലാ ദിവസവും, മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ജപിക്കുക. എവിടെ ഇരുന്നും ജപിക്കാം, എങ്ങനെയും ജപിക്കാം, ഏത് കണ്ടീഷനിലും ജപിക്കാം. ജപിക്കുക എന്നുള്ളതാണ് കാര്യം. ഒരു ദിവസം 15 അരമണിക്കൂറൊക്കെ ജപിക്കുക. ജപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അഹോബിലം അഹോബിലം